വിഷമിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് ഉപദേശങ്ങളോ പ്രചോദനമോ അല്ല, അവരുടെ വേദന കേൾക്കാൻ ഒരു ചെവിയാണ്. 2025 ആദ്യമായിട്ട് വായിച്ചു തീർത്ത ഇരു ഹൃദയങ്ങൾ എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫെയ്സി സെയ്ദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ആദ്യത്തെ സംരംഭം കൂടിയാണിത്. നമ്മുടെ ചുറ്റിലും പല ബന്ധങ്ങളുമുണ്ട്. അച്ഛനമ്മ, അല്ലെങ്കിൽ സഹോദരി സഹോദരൻ, സുഹൃത്ത് ബന്ധങ്ങൾ. ഏതൊരു ബന്ധത്തിലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി മനോഹരമാക്കി തരുന്ന കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്ന ബുക്കാണിത്. നമ്മൾ കണ്ടതും കേട്ടതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. വലിയ ആശയങ്ങളോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അതിനെയെല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ കൊണ്ടുവന്ന് നമുക്ക് കുറച്ചുകൂടി വാവ് എന്ന് പറഞ്ഞ് കാണിപ്പിച്ചു തരുന്ന ഒരു മനോഹരമായ ഒരു ബുക്ക്. ആ ടൈറ്റിൽ പോലെ തന്നെ അത്രയ്ക്കും നല്ലൊരു ഇരുഹൃദയങ്ങൾ എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ഒരു വഴികാട്ടി തന്നെയാണ് ഈ ബുക്ക് എന്ന് സംശയമില്ലാതെ പറയാം. ഇതൊരു വായിച്ച് തീർന്നപ്പോൾ ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ അറിയാത്ത കാര്യങ്ങളല്ല, എല്ലാം അറിയുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ എത്രത്തോളം വലുതായിരിക്കുമെന്ന് പറഞ്ഞ് ഓരോ ചെറിയ എക്സാമ്പിളിലൂടെയും നമുക്ക് കാണിച്ചിരുന്ന ഒരു മനോഹരമായ ഒരു ബുക്ക് തന്നെയാണ് ഈ ഇരു ഹൃദയങ്ങൾ എന്ന് പറയുന്ന ബുക്ക്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പല ടോപ്പിക്കിലുണ്ട്. അതായത് എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഒരാളെ എങ്ങനെ വിമർശിക്കാമെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇന്നത്തെ ചുറ്റുപാടിൽ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും, ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ എടുത്തടിച്ചങ്ങ് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുന്ന അവർ നമ്മുടെ പോയിൻ്റല്ല, എന്താണ് പറയുന്നതെന്ന് കേൾക്കത്തില്ല. തിരിച്ച് നമ്മളോടും ദേഷ്യം കാണിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ വാക്കുകളിലൂടെ തന്നെ അവർക്ക് പെട്ടെന്നൊരു ഇതുണ്ടാവും. ഈ പറയുന്ന ഒരു കാര്യം തന്നെയാണ് എങ്ങനെ ഒരാൾ വിമർശിക്കാം, സ്നേഹത്തോടു കൂടിയും ആദരവോടു കൂടിയുമൊക്കെ. അങ്ങനെ അതുകൂടാതെ വയസ്സായ മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനം, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന കുറേ നല്ല ടോപ്പിക്കുകളുണ്ട് ഇതിൽ. ഒരു ഫോൺ വിളിയിൽ പോലും നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, അതിലൊക്കെ നമ്മൾ അതിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് നല്ല കാര്യങ്ങൾ, അങ്ങനെയൊക്കെ മനോഹരമായ പല ടോപ്പിക്കിലുണ്ട്. ഇതിൽ ഈ അവതരണ ശൈലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് ഓരോ ടോപ്പിക്കിലും ഓരോ ആശയങ്ങൾ പറയുമ്പോഴും, ഓരോ ചാപ്റ്ററിൽ ഓരോ ആശയങ്ങൾ പറയുമ്പോഴും അത് വിത്ത് എക്സാമ്പിളോട് കൂടി നമുക്ക് വളരെ മനോഹരമായിട്ട് വിവരിച്ചിരുന്ന ഒരു ബുക്കാണിത്. പല ബുക്കുകളും ഞാൻ വായിച്ചതിൽ നമുക്കിങ്ങനെ ഒരു അവതരണ ശൈലി ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലാക്കുക, പരിഗണന, ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായ വാക്കുകൾ. ഇത് മനോഹരമായ വാക്കുകൾ മാത്രമല്ല, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രത്തോളം മനോഹരിത ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇതിലൂടെ വിവരിച്ചിരുന്നു ഈ ബുക്കിലൊക്കെ. ഒരു ഇൻ്റർവ്യൂവിൽ ONV കുറുപ്പ് പറഞ്ഞതുപോലെ, സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തിലെ സങ്കീർണമായ നിദാനമായ കാര്യങ്ങളാണ്, അവനാവശ്യം വേണ്ട കാര്യങ്ങളാണ്. അതെത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കുമെന്ന് പറയുന്നത് ഈ ബുക്കിലൂടെ സത്യം പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. താങ്ക് യു ഫെസിക. ഇതുപോലെ നല്ല കുറേ ബുക്കുകൾ വീണ്ടും വായന ലോകത്ത് സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വായനയെ സ്നേഹിക്കുക, വായിക്കുക, വായനയെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.